കേട്ടില്ല എങ്കിൽ ആരായാലും നോക്കില്ല, ചുട്ട മറുപടി കൊടുത്തിരിക്കുമെന്ന ഇസ്രയേലിന്റെ നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിച്ച നെതന്യാഹു. പറഞ്ഞാൽ കേട്ടില്ല. ഹമാസിന്റെ ധിക്കാരത്തിന് മറുപടി നൽകി ഗസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശം അവഗണിച്ചു. വെടിനിർത്തൽ നീട്ടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് നിരസിച്ചു. ഇതിനെ തുടർന്നാണ് ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചതെന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നു. എന്നാൽ ഇസ്രയേൽ കൂട്ടക്കുരുതി നടത്തുന്നു എന്ന് പറയുന്നവരോട് ഇസ്രയേൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രയേൽ വിവരം അറിയിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തി അമേരിക്ക. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഗസയിലെ ആക്രമണങ്ങളെ കുറിച്ച് ട്രംപ് ഭരണകൂടത്തോടും വൈറ്റ് ഹൌസിനോടും ഇസ്രയേൽ ഭരണകൂടം കൂടിയാലോചിച്ചു എന്നാണ് വിവരം. ഗസയിൽ ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അതേസമയം മരണം 120 കവിഞ്ഞിരിക്കുകയാണ്. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഗസയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതോടെ ചൊവ്വാഴ്ച ഇസ്രയേൽ സൈന്യം ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ വിപുലമായ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ കുറഞ്ഞത് 120ഓളം പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമാക്രമണത്തിൽ പ്രധാനമായും കുട്ടികളും സ്ത്രീകളും പ്രായമായവരും കൊല്ലപ്പെട്ടു. 150ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിക്കുന്നു. ഗാസ സിറ്റി, മധ്യ ഗാസയിലെ ദേർ അൽ ബലായ്, ഖാൻ യൂനിസ്, റഫ എന്നിവിടങ്ങളിലാണ് രാത്രിയോടെ വ്യോമാക്രമണം നടന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വടക്കൻ ഗാസ, ഗാസ സിറ്റി, മധ്യ ഗാസ, തെക്കൻ ഗാസ മുനമ്പിലെ ദേർ അൽ ബല, ഖാൻ യൂനിസ്, റാഫ എന്നിവ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ടുകൾ. ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി. രാഷ്ട്രീയ തീരുമാനപ്രകാരം ഗാസ മുനമ്പിലെ ഹമാസ് ഭീകര കേന്ദ്രങ്ങളിൽ നിലവിൽ വിപുലമായ ആക്രമണം നടത്തുകയാണ് എന്ന് ഇസ്രയേൽ സൈന്യം സാമൂഹിക മാധ്യമമായ എക്സിൽ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയ്ക്ക് സമീപമുള്ള എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടാനും ഇസ്രയേൽ ഉത്തരവിട്ടിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശം അവഗണിച്ചതും വെടിനിർത്തൽ നീട്ടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെയും തുടർന്നാണ് ഗാസയിൽ 2 കൽപ്പിച്ച് ഇസ്രയേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചതെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നു. അതേസമയം ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഹമാസിന്റെ ആരോപണം. ബന്ദികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ഹമാസ് ആരോപിക്കുന്നു. എന്നാൽ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആക്രമണം കടുപ്പിക്കുമെന്ന നിലപാടാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ഹമാസും ഹൂതികളും ഉൾപ്പെടെ ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കൻ ഐക്യനാടുകളെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരും വലിയ വില നൽകേണ്ടി വരുമെന്ന് ലിവിറ്റ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. നിയമം അനുസരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ താൻ ഭയപ്പെടുന്നില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ സകല തീവ്രവാദികളും ഇറാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനകളും ഇറാനും അത് ഗൗരവമായി കാണണമെന്നും അവർ പറയുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 120ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ. ജനുവരിയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണ്. ഗാസ മുനമ്പിലെ ഹമാസ് ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും വിപുലമായ ആക്രമണങ്ങൾ തുടരുകയാണ് എന്ന് IDF വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും വ്യക്തമാക്കി. ഏകപക്ഷീയമായ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഹമാസ് ആരോപിക്കുമ്പോൾ ഹമാസ് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, കരാർ ലംഘനം നടത്തി, അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോയത് എന്ന് ഇസ്രയേലും ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും ഈ ആക്രമണങ്ങൾ വീണ്ടും തുടർന്ന സ്ഥിതിക്ക് ഗാസ വീണ്ടും സംഘർഷബാധിതമായിരിക്കുകയാണ്. 15 മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായാണ് ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് കരാർ നിലവിൽ വന്നത്. 3 ഘട്ടങ്ങളായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നായിരുന്നു കരാർ. ഇരുഭാഗത്തുമുള്ള ബന്ദികളുടെ കൈമാറ്റവും കരാറിന്റെ ഭാഗമായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇസ്രയേലും ഹമാസും ആദ്യഘട്ടത്തിൽ ബന്ദികളെ കൈമാറ്റവും നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് വീണ്ടും ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.